ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. അനലിസ്റ്റ് എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷൻ്റെ 5ാമത്തെ പാർട്ടാണിത്, അതായത് ലാസ്റ്റ് പാർട്ടാണിത്. 76ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്ട്, ബോയിലിംഗ് ദ മിക്സ്ചർ ഹെൽപ്സ് ടു. ആൻസർ ഓപ്ഷൻ ബി, convert insoluble salt to soluble carbonates and release acid radicals. Next question. Match column 1 with column 2 correctly and select the right option. First one, nucleation. Answer, formation of tiny particles, embryo of a new phase. Second one, co-precipitation. Answer, impurities carried down with the main precipitate. Third one, post-precipitation. Answer, formation of a secondary precipitate after the main one. Fourth one, digestion. Answer, standing or heating to improve purity and crystal size. Fifth one, peptization. Answer, redispersion of coagulated precipitate into colloidal form. Sixth one, ignition. Answer, conversion of precipitate into stable weightable form. So correct option is option A. Next question. Identify the incorrect statement regarding redox indicators. Answer, option D. Redox indicators are used in acid-base titration. Next question. In an acidic medium, the equivalent weight of potassium dichromate in a redox titration is. Potassium dichromate in the acidic medium reduction half reaction ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുമ്പോൾ 294 എന്ന് കിട്ടും. ഇനി ഇക്വാലൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്, അതായത് എൻ ഫാക്ടർ എന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 294 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 49 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ 49. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which statement is correct regarding linear regression in analytical calibration? Answer, option C. The regression equation expresses concentration as a function of response. Next question. Select the correct statements from the following. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് വേവ് ലെങ്ത് ഓഫ് UV റേഡിയേഷൻ ഇസ് ലെസ് ദാൻ IR റേഡിയേഷൻ എന്നതും വേവ് നമ്പർ ഓഫ് മൈക്രോവേവ് റേഡിയേഷൻ ഇസ് ലെസ് ദാൻ വിസിബിൾ റേഡിയേഷൻ എന്നതുമാണ്. സോ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ഫോളോയിങ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ റിക്വയർസ് ഹയസ്റ്റ് എനർജി? ആൻസർ ഓപ്ഷൻ ബി, സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ UV visible spectroscopy, the term hypochromic effect refers to. Answer option D, decrease in absorption intensity. Next question. Based on Woodward-Fieser rule, the lambda max corresponds to the following diene is. ഇതൊരു ഹെട്രോ അനലാർ ഡൈൻ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ബേസ് വാല്യൂ വരുന്നത് 214 നാനോമീറ്റർ. ഇനി ഓരോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂറ്റിനും 5 നാനോമീറ്റർ വെച്ച് ആഡ് ആവും. ഇവിടെ 4 ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് 4 × 5 20 ആഡ് ഓൺ ആവും. പിന്നെ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് ഒരു 5 കൂടി ആഡ് ഓൺ ആവും. സോ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 239 നാനോമീറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 240 നാനോമീറ്റർ. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്ലോ ആൽക്കനോൺ എക്സിബിറ്റ് ഹയസ്റ്റ് C ഡബിൾ ബോണ്ട് O സ്ട്രെച്ചിങ് ഫ്രീക്വൻസി? ആൻസർ ഓപ്ഷൻ ബി, സൈക്ലോപ്രോപ്പനോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The high resolution H1 NMR spectrum of the following molecule, the signal corresponds to the methylene proton appears as. ഇവിടെ മെത്തിലീൻ പ്രോട്ടോണിൻ്റെ ഒരു സിംഗ്ലറ്റ് ആദ്യം ഫോം ചെയ്യും. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഹൈ റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള CHൻ്റെ ഹൈഡ്രജൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഡബ്ലറ്റ് ആയിട്ട് മാറും. സോ ആൻസർ ഓപ്ഷൻ ബി, ഡബ്ലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An organic compound with molecular formula C5H12 gives only one signal in its H1 NMR spectrum. The compound will be.
ഇവിടെ ഒരു സിഗ്നലേ ഉള്ളൂ, അപ്പോൾ എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ഡി, നിയോപെൻറ്റേൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ IR spectrum of alcohols, the broadband in the region 3200 to 3600 centimeter inverse corresponds to. Answer option C, OH stretching vibration. Next question. In the H1 NMR spectrum of toluene, the methyl proton signal appears as a singlet near at. ടൊളുവീനിലെ മീഥൈൽ പ്രോട്ടോണിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വരുന്നത് 2.3 ppm ആണ്. സോ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു H1 NMR സ്പെക്ട്രം ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഇതാണ് ഈഥൈൽ അസറ്റേറ്റിൻ്റെ NMR സ്പെക്ട്രം. ഇത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെ വരുന്നത് ഒരു സിംഗ്ലറ്റ്, ഒരു ട്രിപ്ലറ്റ് ആൻഡ് ഒരു ക്വാർട്ടറ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is not correct for conductometric titration? Answer option C. These titrations cannot be used for very dilute solutions. Next question. In potentiometry, which of the following is used to predict the variation in potential during a redox titration? Answer option D, Nernst equation. Next question. In atomic absorption spectroscopy, which of the following is used as a radiation source? Answer option A, hollow cathode lamp. Next question. Qualitative analysis can be done using flame emission spectroscopy by plotting. Answer option B, emitted intensity as function of wavelength. Next question. Which of the following statement is not correct? Answer option B, DSC is not used to determine the purity of drugs. Next question. The basic principle behind colorimetry. Answer option A, Beer-Lambert's law. Next question. The resolving power of TEM is derived from. Answer option C, electrons. Next question. Which of the following is correct for atomic force microscopy? Answer option D, AFM commonly operates in 2 modes. Next question. What does the RF value in chromatography represent? Answer option C, distance traveled by solute divided by distance traveled by solvent front. Last question. In mass spectrometry, McLafferty rearrangement refers to. Answer option A, cleavage of beta bond followed by gamma hydrogen transfer. ഇതോടുകൂടി അനലിസ്റ്റ് എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.